നമസ്കാരം. ട്രംപിന്റെ ഈ അതിക്രമ സ്വഭാവം ഇങ്ങനെ വിട്ടിട്ട് ഒരു കാര്യമില്ല. നടപടി എടുത്തേ മതിയാകൂ, അല്ലെങ്കിൽ നിയന്ത്രിച്ചേ മതിയാകൂ. പറഞ്ഞു വരുന്നത് ട്രംപിന്റെ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണിയെ കുറിച്ചാണ്. ഇന്ത്യക്ക് നേരെയുള്ള ട്രംപിന്റെ ഈ നടപടി അവസാനിപ്പിച്ചേ തീരൂ എന്ന് ഉറപ്പിച്ച് US പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ്. US ഹൗസ് റെപ്രസെന്റേറ്റീവിലെ 3 അംഗങ്ങളാണ് വെള്ളിയാഴ്ച പ്രമേയം അവതരിപ്പിച്ചത്. ട്രംപിന്റെ നടപടികൾ നിയമവിരുദ്ധവും അമേരിക്കൻ തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കും ഇന്ത്യൻ US ബന്ധത്തിന് ദോഷകരമാണ് എന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുവാനുള്ള പ്രസിഡന്റിന്റെ അടിയന്തര അധികാരങ്ങൾ പരിമിതപ്പെടുത്തുവാനും ഇന്ത്യക്കുമേൽ ഏർപ്പെടുത്തിയ അധിക തീരുവ റദ്ദാക്കുവാനും പ്രമേയം ലക്ഷ്യമിടുന്നുണ്ട്. ഡെബോറോ റോസ്, മാർക്ക് VC, രാജാ കൃഷ്ണമൂർത്തി എന്നീ അംഗങ്ങളാണ് പ്രമേയത്തിന് നേതൃത്വം നൽകുന്നത്. ബ്രസീലിന്മേലുള്ള സമാനമായ തീരുവകൾ അവസാനിപ്പിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട്. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജസ്വലമായ ഇന്ത്യൻ അമേരിക്കൻ സമൂഹം എന്നിവയിലൂടെ US സംസ്ഥാനങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് അംഗം റോസ് ഇക്കാര്യം പറയുന്നുണ്ട്. ഇന്ത്യൻ കമ്പനികൾ നിക്ഷേപം നടത്തുകയും ലൈഫ് സയൻസസ്, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ത്യ ഒരു പ്രധാന സാംസ്കാരിക, സാമ്പത്തിക, തന്ത്രപരമായ പങ്കാളിയാണ്. ഈ നിയമവിരുദ്ധ തീരുവകൾ നിലവിൽ വർദ്ധിച്ചു വരുന്ന ചെലവുകളിൽ ബുദ്ധിമുട്ടുണ്ട് സാധാരണക്കാരെ, അതായത് സാധാരണ ജനങ്ങൾക്ക് മേലുള്ള നികുതിയാണ്. കോൺഗ്രസ് അംഗം VC ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. തീരുവകൾ പ്രതിലോമപരവും വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുന്നതും അമേരിക്കൻ തൊഴിലാളികൾക്ക് ദോഷം ചെയ്യുന്നതും ഉപഭോക്താക്കൾക്ക് ചെലവ് വർദ്ധിപ്പിക്കുന്നതുമാണ് ഇന്ത്യൻ അമേരിക്കൻ കോൺഗ്രസ് അംഗം കൃഷ്ണമൂർത്തി എന്ന് ചൂണ്ടിക്കാണിച്ചു. US ഇന്ത്യ സാമ്പത്തിക സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്താൻ അധിക തീരുവകൾ നിർത്തലാക്കുന്നത് സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ ഏകപക്ഷീയമായ വാണിജ്യ നടപടികളെ ചോദ്യം ചെയ്യുവാനും ഇന്ത്യയുമായുള്ള US ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനുമുള്ള കോൺഗ്രസ് ഡെമോക്രാറ്റുകളുടെ വിശാലമായ നീക്കത്തിന്റെ ഭാഗമാണ് ഈ പ്രമേയം. ഒക്ടോബറിൽ റോസ്, VC, കൃഷ്ണമൂർത്തി എന്നിവർ കോൺഗ്രസ് അംഗം റോ ഖന്നയോടും മറ്റ് 19 കോൺഗ്രസ് അംഗങ്ങളോടും ഒപ്പം പ്രസിഡന്റിനോടും തീരുവ നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ഇന്ത്യയുമായുള്ള ബന്ധത്തിലെ വിള്ളലുകൾ പരിഹരിക്കുവാനും അഭ്യർത്ഥിച്ചിരുന്നു. ഓഗസ്റ്റിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഓഗസ്റ്റ് മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് 25% തീരുവ ഏർപ്പെടുത്തിയത്. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും 25% വർദ്ധിപ്പിച്ച് 50% ചെയ്തു. ഇപ്പോ അത് അരിയുടെ പേരിലും ഇന്ത്യക്ക് നേർ 50% തീരുവയാണ് ട്രംപ് ചുമത്തിയിരിക്കുന്നത്. ട്രംപിന്റെ ഈ ഭീഷണിയെ ഇന്ത്യ ശക്തമായ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്.